ഹായ് ഗൈസ്, ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ പഴയ പൂർവികരാണ്. എല്ലാവരും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പറമ്പുകളിൽ മോഷണം നടത്താനുള്ള വരവായി ഇവർ കേട്ടോ. ഓരോ വീടിൻ്റെ ടെറസിലും ഇതിൻ്റെയൊക്കെ മുകളിൽ റെഡിയായിരിക്കുക. എവിടെയൊക്കെ തേങ്ങ കുലച്ചു, പിന്നെ എവിടെയൊക്കെ അടക്ക പാകായി എന്നൊക്കെ ഉള്ള നോട്ടാണ്. അവിടെ നിന്നാണ് വീക്ഷിക്കുക. രാവിലെ വന്നാൽ പിന്നെ എല്ലാ വീട്ടുകാർക്കും നല്ലൊരു പണിയായി ഇവരെ പറഞ്ഞുവിടാൻ. പഞ്ചപാമ്പോലുള്ള ഇരിപ്പാണ്. പക്ഷെ പണി തുടങ്ങിയാൽ ഇത്രയും കണ്ണത്തെങ്ങ് മുട്ടയാക്കി, അതിലൊരു സാധനവുമില്ല. അതവരെ തറവാട്ട് സ്വത്താക്കി. ഇരുന്ന് നോക്കുന്നത് ഇങ്ങനെ വശത്ത് കുറേ വീടുകളുണ്ട്. വീടിൻ്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്ന വല്ല വാഴ കൊലച്ചോ. ആ ഇരുമ്പ് കണ്ട എന്തൊരു പാവം. ഇങ്ങനൊന്നല്ല, കുറേ പേരുണ്ട് ഓരോ സ്ഥലത്ത്. അതിൻ്റെ വാലാരോ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. ഓ, എന്തൊരു ഇരിപ്പാ. ഇനി ആ കേബിളിൽ കൂടെ ഒരു വരവ്, അതാണ് അവരെ വഴി. അപ്പുറത്തെ റോഡിൻ്റെ അങ്ങേപ്പുറത്ത് നിന്ന് ഇപ്പുറത്തെ വീടുകളിലേക്ക് കയറാനുള്ള വഴിയാണത്. ട്രപ്പീസാണ്. അതിലൂടെ അവർ ബാലൻസ് പിടിച്ച് ഇപ്പുറത്തെ വീട്ടിൽ കയറും. ആരൊക്കെ ഓടിക്കുന്നുണ്ട്, അതാണ് ഇതെന്നും ഒരു ദിനചര്യ പോലെ കമ്പിയും പിടിച്ചിട്ട് പറയല്ലേ. ഇങ്ങേപ്പുറമൊക്കെ വന്നു തുടങ്ങി. അതിൻ്റെ പുറകെ ഫോറസ്റ്റാണ്. റോഡ് സൈഡാണെങ്കിൽ ഫോറസ്റ്റ് രാവിലെ തുടങ്ങിക്കോളും. രാത്രി അങ്ങോട്ട് യാത്ര, പകൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ പറമ്പുകളിലേക്ക് മുറിവാലിന. ടീമുകൾ ബാക്കി തോട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയിട്ടാണ് ഇവർ കുറക്കുന്നത്. ഇപ്പുറം കിടക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. കാരണം ഇപ്പുറം എല്ലാവരും കവണയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഓടിക്കാൻ. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങളൊന്ന് മാറിയിട്ട് വേണം അവർക്ക് ഇപ്പുറം കിടക്കാൻ. എന്തൊക്കെ ഉപദ്രവം ചെയ്താലും നമുക്ക് കാണുമ്പോൾ ഒരു രസാട്ടോ. ഇതിപ്പോൾ 3-4 ഉള്ളൂ. ബാക്കിയെല്ലാം പറമ്പിലുള്ളത്. ഇതെല്ലാം ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഇറങ്ങി ഓടി വരുന്നുണ്ടല്ലോ. അവർക്ക് എന്താണ്ട് ഇവിടെ വിളമ്പി വെച്ച പോലെ ഓടി വരും. പിന്നെയും തുടങ്ങി വരിക. കേബിളിൽ കയറും. അത് കയറിയാൽ നമ്മളിപ്പോഴത്തെ വീട്ടിലേക്ക് കയറാൻ പറ്റും. അതിനാണ് അവിടെ ഇരിക്കുന്നത്. കണ്ടോ, ആരോ ഓടിക്കുന്നുണ്ട്. പിന്നെ തിരിച്ചു പോവുക. ഞങ്ങളിപ്പുറം അവരെ കയറ്റില്ല എന്നുള്ള വാശിയിലാണ്. രാവിലെ എന്നിങ്ങനെ ഒരു യുദ്ധമാണ്. രാവിലെ വൈകിട്ടും ഇവരും ഞങ്ങളും തമ്മിൽ. പക്ഷെ ആരും ഉപദ്രവിക്കില്ല കേട്ടോ. നിങ്ങളെ ആരും വേദനിപ്പിക്കുകയൊന്നുമില്ല. എറിഞ്ഞ് ഓടിക്കും. ഇങ്ങനെ കവണ വെച്ച് അടിക്കുന്ന പോലെ കാണിക്കുകയുള്ളൂ. പക്ഷേ നമ്മളാരും വേദനിപ്പിക്കില്ല അവരെ. കവണയോ വടിയും കണ്ടാൽ ഓടിക്കോളും. കാട്ടിലൊന്നും കഴിക്കാനില്ലെന്ന് കാരണമാണ് എല്ലാം പറമ്പിലോട്ട് വരുന്നത്. അവനിപ്പം കിടക്കാനുള്ള പ്ലാൻ. ഇത് ഗേറ്റ് അടച്ചിരിക്കുക. എന്തായാലും അങ്ങനെയല്ല, ഒന്ന് വിടണം. എന്തായാലും പുറകെ തോട്ടത്തിൽ ശാന്തമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളെ രാവിലത്തെ കാഴ്ചകൾ. അടുത്ത വീഡിയോ. താങ്ക് യു.